ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നടക്കാനായിട്ട് പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നല്ല വെയിലുള്ള സമയമായിരുന്നു, അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് നടന്നതിന് ശേഷം ഹസ്ബൻഡിന് ഓഫീസ് ഇല്ലാത്ത ദിവസങ്ങളിലാണ് നടക്കാനായിട്ട് വരുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ വന്നേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ടൈം സേവിങ് ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ കപ്പയും മത്തിയും റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെ ആയിരിക്കും. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ എപ്പോഴും കപ്പയൊന്നും മേടിക്കാറില്ല, വല്ലപ്പോഴും ആണ് മേടിക്കുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ നടക്കാനായിട്ട് പാർക്കിൽ വന്നിട്ട് തിരികെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് കപ്പ കഴിക്കണമെന്ന് തോന്നി. അതിനുള്ള കാരണം മറ്റൊന്നും അല്ല, മഴ പെയ്യുന്നത് ചെറുതായിട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയായിരുന്നു കപ്പ മേടിക്കാമെന്ന്. അങ്ങനെയാണ് കപ്പ മേടിക്കുന്നത്. കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ നടക്കാനും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ അധികം സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നടന്നതിൽ ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് ഇത്തവണയാണ് വെച്ചത് കേട്ടോ. ഒരു 4000 സ്റ്റെപ്സിന് മേലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ റീസെൻ്റായിട്ട് ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങിയെന്ന്, ഫ്രഷ് ടുഡേ. അവിടെ കയറിയിട്ടാണ് ഈ കപ്പയൊക്കെ മേടിച്ചത്. അതും മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് തന്നെ. നല്ല മത്തി കിട്ടി. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ അത്രയും ടേസ്റ്റ് ഒന്നും കാണത്തില്ല ഇവിടുത്തെ മത്തിക്ക്. ഇവിടുത്തെ എല്ലാ മീനിനും വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നാട്ടിൽ നിന്ന് എൻ്റെ അമ്മയൊക്കെ വരുമ്പോൾ ഒട്ടും അവർക്ക് ഇഷ്ടമില്ല, നാത്തൂനൊന്നും ഒട്ടും പറ്റത്തില്ല ഇവിടുത്തെ മീൻ. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എവിടെ പോയാലും ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഞാനും എൻ്റെ അനിയനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ഭക്ഷണവും ഞങ്ങൾ അങ്ങനെ മാറ്റി നിർത്താറില്ല. കാരണം നമ്മൾ ഭക്ഷണത്തിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഓൾറെഡി ഞാൻ ആമിക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ലഞ്ച് ചോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോര് കറിയും പയറും മെഴുക്ക് പുരട്ടിയൊക്കെ നേരത്തെ തന്നെ രാവിലെ വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ മേടിക്കാറുണ്ട് ഇതുപോലെ നോൺ വെജ് ഒക്കെ. എപ്പോഴൊന്നും ഇല്ല കേട്ടോ, എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് മേടിച്ചിട്ട്, ഹസ്ബൻഡ് വീട്ടിലുള്ളപ്പോൾ മാത്രം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമി വരുന്ന സമയത്ത് അവൾക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കും. അപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് വന്നൊരു കമൻറ്റാണ്, ഇങ്ങനെ നടക്കാൻ പോയിട്ട് വന്നതിന് ശേഷം കുളിക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രാവിലെ കുളിക്കുമായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് എല്ലാ പണികളും ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ നടക്കാനായിട്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലോണം വിയർപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ തല കുളിക്കുള്ളായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ദേഹം മാത്രം കഴുകും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്യാനുള്ള ദിവസമാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ കുളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. രാവിലെ എഴുന്നേറ്റ് ഞാൻ അങ്ങനെ കുളിക്കാത്തതിൻ്റെ മെയിൻ കാരണം തന്നെ ഈ നടക്കാൻ പോകുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ പോയി കുളിച്ചിട്ട് പോയി നടന്നിട്ട് വന്നാലും പിന്നെയും നമ്മൾ കുളിക്കേണ്ടി വരും. പിന്നെ വിയർപ്പ് തങ്ങി നിന്നിട്ട് ആ വിയർപ്പോട് കൂടി വന്ന് കുളിക്കുമ്പോൾ പിന്നെ അതും പ്രശ്നമാവും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കാതെ ജസ്റ്റ് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് കിച്ചണിൽ കയറുന്നത്. പിന്നെ ആമിയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം നടക്കാനൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് കുളിക്കത്തുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ, അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. കാരണം എൻ്റെ പഴയ വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ട് 1-2 പേര് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്. അന്നൊക്കെ ഞാൻ ഇതുപോലെ പിന്നീട് നടക്കാൻ പോയിട്ട് വന്നിട്ട് അങ്ങനെ തല കുളിക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കാരണം ഒരേ ഡ്രസ്സ് തന്നെ ഇട്ട് നിൽക്കുന്നത് കണ്ടിട്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് തോന്നുന്നു. അപ്പം നമുക്കിന്ന് വീട്ടമ്മമാരുടെ ടൈം സേവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ശരിക്കും വേണ്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള പരാതിയാണല്ലേ, ഒന്നിനും സമയം തികയുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലികളൊന്നും നടക്കുന്നില്ല, 24 മണിക്കൂറും ഞാൻ കിച്ചണിലാണ്, എപ്പോഴും ജോലി ഒഴിഞ്ഞൊരു നേരം ഇല്ല എന്നൊക്കെ കുറേ പേര് പരാതി പറയുന്ന കാര്യമാണ്. അപ്പം ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ. കാരണം നമുക്ക് അറിയത്തില്ലല്ലോ, കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകിൽ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നിട്ടൊക്കെ ആയിരിക്കും പെട്ടെന്ന് മാരേജ് കഴിഞ്ഞ് വരുന്നതല്ലേ. അപ്പം നമുക്ക് വരുന്ന വീട്ടിലെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ തന്നെ കുറേ ടൈം എടുക്കും. അത് മാത്രമല്ല, നമുക്ക് എങ്ങനെയാണ് വീട്ടുകാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും നമുക്ക് അറിയത്തുമില്ല. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും കുറേശ്ശെ പഠിച്ച് തന്നെയാണ്, അനുഭവത്തിലൂടെയാണ് പഠിക്കുന്നത് അല്ലേ. അപ്പം ഞാനും അങ്ങനെ കുറേ കാര്യങ്ങൾ അനുഭവത്തിലൂടെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം സേവിങ് ടിപ്സ് എന്തിനാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു റുട്ടീൻ എഫിഷ്യൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുക
ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ തന്നെ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല അല്ലേ. എത്ര ഇനി ബോൾഡ് എന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ വീട്ടുപണികൾ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊന്നിനും സമയം തികയാത്ത പോലെ തോന്നും. അത് പിന്നെ വലിയ വലിയ സ്ട്രെസ്സിലേക്കാണ് പോയി വീഴുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രില്യൻ്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്തുകൊണ്ട് വീട്ടിലെ പണികൾ ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം, ഒരു പേഴ്സണൽ ടൈം 1, 2, 3 മണിക്കൂറൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഹോം മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം എൻജോയ് ചെയ്ത് ചെയ്യത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും സങ്കടവും വിഷമവും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും അല്ലേ. ആ സ്ട്രെസ്സ് മുഴുവനും നമ്മൾ വീട്ടുകാരിലെ ഒക്കെ നമ്മളത് കാണിക്കാനായിട്ട് തുടങ്ങും. ഇൻലോസ് ഉണ്ടെങ്കിൽ അവരോട് കാണിക്കും, ഭർത്താവ് ഉണ്ടെങ്കിൽ അവരോട് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടുകാര്യങ്ങളും നോക്കി മക്കളുടെ കാര്യമൊക്കെ നോക്കി പോവാനായിട്ട്. ടൈം സേവിങ് ടിപ്സിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഹോം ഓർഗനൈസേഷനാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പം ഞാൻ മുന്നേ ഒരു വ്ലോഗ് ചെയ്തിട്ടുള്ളതാണ്, ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു കേട്ടോ അത്. ഈ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കുള്ളൊരു റുട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങളത് കണ്ടു നോക്കിയാൽ മതി. കുറേ പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ചെറിയ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മാനേജ് ചെയ്തുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു ടാസ്ക് ആണ്. അപ്പോൾ ഹോം ഓർഗനൈസേഷനിൽ ഫസ്റ്റ് പറയുന്ന പോയിന്റ് തന്നെ നമ്മുടെ വീട് എപ്പോഴും റെഗുലർ ആയിട്ട് ഡീക്ലട്ടറിങ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ ഷോ പീസ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ച് കൂട്ടുന്നത് കുറയ്ക്കുക. നമ്മൾ ഈ ഒരുപാട് സാധനങ്ങൾ വീട്ടിലെ അലങ്കാര പണികൾക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെക്കുമ്പോഴുണ്ടല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് ചെറിയ മക്കളുള്ള വീട്ടിലാണെങ്കിൽ ഒട്ടും തന്നെ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഡെക്കോർ ഐറ്റംസും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് അലങ്കാര പണികൾ ചെയ്താൽ മാത്രമേ വീട് ഭംഗിയുള്ളൂ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമല്ല. മിനിമലിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം നമ്മൾ ടൈം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് ചെലവാക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരുപാട് ടൈം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഓരോ ഡെക്കോർ ഐറ്റംസും മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ച് കൂട്ടി അത് ക്ലീൻ ചെയ്യാനും മറ്റും എടുക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒത്തിരി സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വീട്ടിന് വേണ്ടുന്ന മറ്റൊരു ശീലം എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും വെക്കാനായിട്ട് കൃത്യമായിട്ടൊരു സ്ഥലം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യത്തിനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ പല വീടുകളിലും പോകുമ്പോൾ കണ്ടിട്ടില്ലേ, വലിച്ചു വാരി സാധനങ്ങൾ ഇട്ടേക്കല്ലേ. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കയറി ചെല്ലുമ്പോഴായിരിക്കും തുണികൾ എല്ലാം കൂടി കൊണ്ടുവന്ന് ഹാളിൽ കൊണ്ടുവന്ന് ഇട്ടേക്കും. നമുക്കൊന്ന് പോയി ഇരിക്കാൻ പോലും സ്ഥലം കാണത്തില്ല. അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളാണെങ്കിലും ഒക്കെ വലിച്ചു വാരി നിരത്തി ഇട്ടേക്കല്ലേ. കൃത്യമായ സ്ഥലത്ത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കാതിരിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് കൃത്യമായ ഒരു ഇടം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുന്ന സാധനങ്ങൾ കൃത്യസ്ഥാനത്ത് നിങ്ങൾ വെക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒത്തിരി സമയം ഈ ക്ലീനിങ് ചെയ്തുകൊണ്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം കുറയ്ക്കാനായിട്ട് പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലേക്ക് വരാം. കിച്ചണിൽ നമ്മളിപ്പോൾ ഓരോ മസാല ബോക്സസും ഓരോ സ്പൈസ് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കുമല്ലോ, അതിലൊക്കെ ഒന്ന് ലേബൽ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, ഞാൻ മാത്രമാണ് എൻ്റെ വീട്ടിലെ അടുക്കള കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം ലേബൽ ചെയ്ത് വെച്ചില്ലെങ്കിലും ഏതൊക്കെ സാധനങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. പക്ഷേ അതേസമയം ഞാനൊരു ജോയിൻറ്റ് ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എഴുതി വെച്ചേക്കണം കേട്ടോ, ഏതൊക്കെ മസാലകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റംസാണ് ഏതൊക്കെ ബോക്സിലാണ് എന്നുള്ളത്. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും കൂടെയുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻലോസിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ അവർക്കും കുറച്ച് ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ തവണയും അവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കേണ്ടി വരും ഏതൊക്കെ മസാല ഏതൊക്കെ ബോക്സുകളിലാണ് ഇരിക്കുന്നതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവരോടും പറയണം കറക്റ്റ് സ്ഥലത്ത് തന്നെ എടുത്താൽ വെക്കണം എന്നുള്ളത്. നമ്മൾ അതിനൊരു സ്പേസ് ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ തന്നെ കൃത്യ സ്ഥലത്ത് നമ്മളത് വെക്കുകയും ചെയ്യും അല്ലേ. ഇപ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, എനിക്ക് എപ്പോഴും എടുക്കേണ്ട ചെറിയ മസാല ബോക്സസ് എല്ലാം വൈറ്റ് കളർ ഷെൽഫിൽ വെച്ചേക്കുന്നുണ്ടോ. അതും മാത്രമല്ല എണ്ണയെല്ലാം ഞാൻ ഒരു ഷെൽഫിലാണ് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് എടുക്കാനുള്ള ആക്സസിബിലിറ്റി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് ദൂരത്ത് കൊണ്ട് വെച്ചേക്കുകയാണെങ്കിൽ നമ്മൾ പോയി മസാലയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ആ സമയം തന്നെ ഒരുപാട് വേസ്റ്റ് ആവും അല്ലേ. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ സാധനങ്ങൾ വെക്കാനും ശ്രമിക്കണം, അതുപോലെ തന്നെ ലേബൽ ചെയ്ത് വെക്കാനും ശ്രമിക്കണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് കിച്ചൺ ആൻഡ് കുക്കിംഗ് എന്നുള്ളതാണ്. അതിൽ തന്നെ കുറച്ച് പോയിന്റ്സ് അധികം തന്നെ പറയാനുണ്ട് നമുക്ക്. അതിൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ വീക്ക്ലി മീൽ പ്ലാനിങ് ആണ്. എല്ലാ വീക്കെൻഡിലും നമ്മളൊരു മീൽ പ്ലാൻ
പ്ലാനിങ് തയ്യാറാക്കി വെച്ചേക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ടൈം സേവ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനും പറ്റും. അത് നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, വീക്കിലി മീൽ പ്ലാനിങ് ചെയ്യുന്നതിനെ കുറിച്ച്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ബാച്ച് കുക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ വെറൈറ്റി റൈസോ മറ്റോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം ചോറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ എനിക്ക് ടൈം സേവ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അതായത് 1 പോട്ട് റെസിപ്പീസ് ട്രൈ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ കുക്കർ റെസിപ്പീസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ ആമിയുടെ സ്കൂളിൽ ലഞ്ച് ബോക്സ് കൊടുത്തു വിടുന്ന മിക്ക ദിവസങ്ങളിലും 1 പോട്ട് റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. 1 പോട്ട് റെസിപ്പീസ് എന്ന് പറയുമ്പോഴത്തേക്കും തൈര് സാദം, തക്കാളി സാദം, ഈ ലെമൺ റൈസ്, പുളി സാദം, അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ കാര്യങ്ങൾ, മഷ്റൂം റൈസ്, അതുപോലെ നമുക്ക് ഒത്തിരി വെറൈറ്റി റൈസസ് ഒറ്റ പോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകാനായിട്ട് ഒരുപാട് നമുക്ക് പാത്രങ്ങൾ കാണത്തില്ല, ഒറ്റ ആ ഒരു പാത്രം മാത്രമേ കാണത്തുള്ളൂ. അതും മാത്രമല്ല, നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനും പറ്റും. നമ്മളിപ്പോൾ ചോറും കറികളുമാണ് വെക്കുന്നതെങ്കിൽ ചോറ് വെച്ചാൽ അതിനൊരു കറി വേണം, പിന്നെ അതിനൊരു സൈഡ് ഡിഷ് വേണം, പിന്നെ ഒരു തോരനോ മെഴുക്ക് വരട്ടിയോ വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഈ തൈര് സാദവും തക്കാളി സാദവും ഒക്കെ ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ കുക്കറിൽ ചെയ്യാറുണ്ട്, ഞാൻ അല്ലാതെ 1 പോട്ട് റെസിപ്പി ആയിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് വീക്കെൻഡിലാണ് ഞങ്ങൾ ഇങ്ങനത്തെ മീനോ ചിക്കനോ മട്ടനോ ഒക്കെ എടുക്കുന്നത്. കാരണം രാവിലെ എഴുന്നേറ്റ് ഈ കുട്ടികളെ സ്കൂളിൽ വിടുന്നതിനിടയിൽ ഇതൊന്നും കുക്ക് ചെയ്യാനുള്ളൊരു സമയം എനിക്ക് കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രീ കട്ട് വെജിറ്റബിൾസ്. അതായത് തലേ ദിവസം, അറ്റ്ലീസ്റ്റ് നമ്മൾ തലേ ദിവസമെങ്കിലും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചേക്കുക. ഫസ്റ്റ് തന്നെ നമ്മളൊരു മീൽ പ്ലാനിങ് ഉണ്ടാക്കി വെച്ചേക്കണം. നിങ്ങൾക്കിപ്പോൾ എഴുതാനൊന്നും വയ്യ, നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലൊന്ന് തീരുമാനിക്കുക, എന്ത് ഡിഷാണ് ഞാൻ നാളെ കൊടുത്തുവിടാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളത്തെ എൻ്റെ ലഞ്ച് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഇതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി തീരുമാനിച്ച് വെച്ചേക്കണം. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ദോശമാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അത് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം. പിന്നെ എപ്പോഴും സ്റ്റോക്കിന് നമ്മുടെ അടുത്ത് അഡീഷണൽ ഗോതമ്പ് മാവോ അരിപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുട്ടോ ഇടിയപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തി, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ചപ്പാത്തിയൊക്കെ രാവിലെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, അത് ഞാനും ചെയ്യാറില്ല. വൈകുന്നേരങ്ങളിലാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ തീരുമാനിച്ചും വെച്ചേക്കണം. അതുപോലെ തന്നെ എന്ത് കറിയാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ അതുപോലെ തേങ്ങയൊക്കെ ചിരകി, ഞാൻ അങ്ങനെ തേങ്ങ ചിരകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ല. പക്ഷേ ഒരുപാട് തേങ്ങ ഉള്ള കറികൾ ഞാൻ മാക്സിമം ഞാനങ്ങനെ വെക്കാറില്ല. പക്ഷേ അങ്ങനെ വെക്കുവാണെങ്കിൽ തന്നെ തലേ ദിവസം ഞാനൊന്ന് ഒരു മുറി തേങ്ങയൊക്കെ ഒന്ന് ചിരകി ഒന്ന് അടച്ച് നമ്മുടെ ചിൽ ട്രേ ഉണ്ടല്ലോ അതിലോട്ട് വെച്ചേക്കും. ഫ്രീസറിലല്ല വെച്ചേക്കുന്നത്. ഫ്രീസറിൽ വെച്ചിരുന്നാൽ ഒരാഴ്ചയോളമൊക്കെ തേങ്ങ കേടായി പോവാതെ ഇരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് തേങ്ങ ചിരകി ചേർക്കുന്നത് തന്നെയാണ് ഇഷ്ടം. കൂടുതലും ഞാൻ വെറൈറ്റി റൈസസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം തേങ്ങയുടെ ആവശ്യം വരത്തുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വരുവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഷ് ക്യുക്കായിട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മീൽ പ്രിപ്പ് സമയത്ത് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും നേരത്തെ കൂട്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുക. മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇതൊക്കെ ഒന്ന് നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് ഓരോരോ ബോക്സുകളിലാക്കി സൂക്ഷിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുക്കിങ്ങിൻ്റെ ടൈം സേവ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മളിതൊക്കെ ഒരുപാട് വ്ളോഗിലൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ. ഒത്തിരി വ്ളോഗിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാൻട്രി എപ്പോഴും ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുക എന്നുള്ളതാണ്. പാൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടു സാധനങ്ങൾ വെച്ചേക്കുന്ന ബോക്സുകളിൽ എപ്പോഴും സാധനങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊന്നും ഇല്ലാതെ കാലിയാക്കി വെച്ചേക്കരുത്. മാക്സിമം എല്ലാ സാധനങ്ങളും നിറച്ച് തന്നെ വെച്ചേക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മന്തിൻ്റെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങൾ തീർന്നു പോകുമല്ലേ, അത് സ്വാഭാവികമാണ്. അപ്പം നമ്മളുടെ അടുത്ത് എന്താണോ ബാലൻസ് ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ
ചെയ്യുമ്പോഴത്തേക്കും ബൾക്കായിട്ട് നമ്മൾ സാധനം എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത് എപ്പോഴും സാധനം കാണുകയും ചെയ്യും. അതുപോലെ തന്നെ അപ്പപ്പോൾ പോയി മേടിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ഷോപ്പിംഗ് ടൈം നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ നമ്മൾ ഒരു സാധനം മേടിക്കാൻ പോയാലും 2-3 ഐറ്റംസ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളത് സമയം കളയുകയും പൈസ കളയുകയൊക്കെ ചെയ്യുമല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്ലീനിങ് ആൻഡ് ലോണ്ടറി. അതായത് നമ്മുടെ തുണികളുണ്ടല്ലോ അഴുക്കാകുന്നതിനനുസരിച്ച് തന്നെ കഴുകി ഇടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബൾക്കായിട്ട് നമ്മൾ കഴുകി ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് ഓരോരോ തുണികളായിട്ട് കഴുകിക്കൊണ്ടിരിക്കാതെ നമുക്ക് മെഷീൻ ഇടാനുള്ള തുണികളെല്ലാം കൂടി ഒരുമിച്ചിടണം, അല്ലാതെ കൈകൊണ്ട് കഴുകാനുള്ളതെല്ലാം കൂടി ഒരുമിച്ചിടണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയം ലാഭിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കളർ പോകുന്ന തുണികളും കളർ പോകാത്ത തുണികളും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ഇട്ടിട്ട് അവസാനം അങ്ങനെ പണി മേടിക്കാതെ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇട്ട് കഴുകാനായിട്ടൊക്കെ ശ്രമിക്കുക കേട്ടോ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് ക്ലീനർ സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാനും വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ടൈം ലാഭിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലീനിങ് സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ കയ്യെത്തുന്ന ദൂരത്ത് എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ മറന്നു പോകാതെ തന്നെ കൃത്യസമയത്ത് ക്ലീൻ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കിടന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഡീപ് ക്ലീനിങ് ചെയ്യേണ്ടി വരുമ്പോൾ ഒത്തിരി സമയം നഷ്ടപ്പെടും അല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കഴുകിക്കൊണ്ട് വരുന്ന തുണികൾ അപ്പപ്പോൾ തന്നെ മടക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. പലരും കണ്ടിട്ടില്ലേ, ഒരുപാട് ദിവസം ഇങ്ങനെ കുന്നുകൂട്ടി തുണികൾ ഇട്ടിട്ട് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും എല്ലാം കൂടി കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു തുണിയിൽ കെട്ടി വെച്ചിട്ട് ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇട്ടേക്കും. പിന്നെയും മറന്നു പോകും. മാസങ്ങളോളം കഴിഞ്ഞാലും തുണികൾ അവിടെ കിടക്കുകയും ചെയ്യും, മടക്കി വെക്കത്തുമില്ല. അപ്പൊ അതൊക്കെ ഒത്തിരി പേർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെ അപ്പപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴായിട്ട് ചെയ്ത് തീർക്കുക. ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. സമയം നമുക്ക് വേണ്ടിയിട്ട് നിൽക്കത്തില്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഓരോ സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനും ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ ജീവിതത്തിൽ. ഇതെല്ലാം ചെയ്യാതെ കൃത്യസമയത്ത് ചെയ്യാതെ നടന്നിട്ട് അവസാനം ഒന്നിനും പറ്റുന്നില്ല, എന്നെ കൊണ്ട് സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ സെൽഫ് കെയറിന് പറ്റുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഒത്തിരി വീട്ടമ്മമാരെ നമുക്ക് അറിയാമല്ലേ. അതൊക്കെ ഈ കൃത്യമായ റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കൃത്യമായ റുട്ടീൻ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ടൈം ഇതുപോലെ സേവ് ചെയ്യണം. കുറെ ട്രിക്സും ടിപ്സും ഒക്കെ നമ്മളും ബ്രേവ് ആയിട്ട് തന്നെ പ്രയോഗിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഒന്ന് ചെയ്തു തരാനോ പറ്റത്തില്ലല്ലേ. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് ഇതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താലേ നമ്മുടെ സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ടൈമേഴ്സ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ വീട്ടമ്മമാർക്കുള്ള മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ആവശ്യമില്ലാതെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലേ. രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാതെ നമ്മുടെ റുട്ടീനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ഒതുങ്ങിയതിന് ശേഷം കുറച്ച് സമയം മാത്രം ഫോൺ നോക്കുക കേട്ടോ. അല്ലാതെ എപ്പോഴും ഫോണിൽ മാത്രം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ സമയം എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നിനും പറ്റുന്നില്ല, നമുക്ക് ഒന്നിനും സമയമില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ഉപയോഗം വളരെ അധികം കുറയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് കൂടുതലും ഫോണിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അല്ലേ. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഫോണിനേക്കാളും കൂടുതൽ നമ്മൾ വായനയിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഫോണിൽ തന്നെ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കണ്ട് അങ്ങനെ സമയം കളയണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫോൺ നോക്കൽ വളരെ അധികം ഒരു വില്ലനായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ വീട്ടമ്മമാരുടെ നിത്യജീവിതത്തിൽ അല്ലേ. അതിപ്പം വീട്ടമ്മമാരെന്നല്ല, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഫോണിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആണ് ഇന്നത്തെ കാലത്ത്. അപ്പം നമ്മുടെ ജോലികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഫോൺ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് മാത്രം ഫോൺ എടുക്കും എന്ന് മാത്രം ദൃഢനിശ്ചയം എടുക്കുക. ഞാൻ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഫോൺ എടുക്കത്തുള്ളൂ. അതും കുറച്ച് നേരം എന്തെങ്കിലും കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ എഡിറ്റിംഗ് ചെയ്യും. എനിക്ക് കുറേശ്ശെയാണ് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു വീഡിയോ തന്നെ ലോങ് വീഡിയോ ആണല്ലോ ഞാൻ ഇടുന്നത്. അപ്പോൾ അത് തന്നെ 2-3 ദിവസം കൊണ്ടാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഗ്യാപ്പിലാണ് ഞാൻ പോയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫോൺ ഉപയോഗം കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ ചെയ്യേണ്ട ജോലികളല്ല എന്നുണ്ടെങ്കിൽ മറ്റ് റീൽസോ മറ്റ് വീഡിയോസോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ കുറച്ച് സമയം മാത്രം അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടുപണികൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പോഡ്കാസ്റ്റുകൾ കേൾക്കുകയോ, ഞാൻ എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ വ്ളോഗ്സ് ഒക്കെ കാണുന്നത് എൻ്റെ കുക്കിംഗ് സമയത്ത് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഞാൻ എൻ്റെ പണികൾ കിടക്കുന്ന സമയത്ത് അതിനിടയിൽ പോയിട്ട് ഫോൺ നോക്കി ഇരിക്കാറില്ല. എനിക്കും ഭയങ്കരമായിട്ട് ഫോൺ അഡിക്ഷൻ ഉള്ള ഒരാളായിരുന്നു. ഞാനത് കുറേശ്ശെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഫോൺ അഡിക്ഷനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കണം. ഒരുപാട് പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഒത്തിരി നല്ല കമന്റ്സും നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ
വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോൺ അഡിക്ഷൻ കുറയും. അതിൽ വന്നേക്കുന്ന കമൻറ്റ്സ് എനിക്ക് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗം കുറച്ചുകൊണ്ട് നമുക്ക് വീട്ടിലെ പണികൾ കൃത്യസമയത്ത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മക്കൾക്ക് സ്കൂളിൽ ലീവ് ആണെന്നുണ്ടെങ്കിൽ ലീവ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റൊട്ടീൻ തിരിച്ചു പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമ്മൾ രാവിലെ സ്കൂളിൽ പിള്ളേരെ പറഞ്ഞു വിടുമ്പോൾ കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യും, നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ അതേസമയം അവർക്ക് സ്കൂളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടി പിടിച്ചിരിക്കും, പതിയെ ഓരോ ജോലികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ സമയം കളയല്ലേ. അപ്പം നമുക്ക് ലീവ് ഡേയ്സ് ആണെങ്കിലും ഹോളിഡേയ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്നും എഴുന്നേൽക്കുന്ന പോലെ തന്നെ നേരത്തെ എഴുന്നേൽക്കാനും വീട്ടിലെ പണികൾ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. ഇപ്പൊ പിന്നെ മഴയായ കാരണം കൊണ്ട് നമുക്ക് എല്ലാവർക്കും മടി തന്നെ ആയിരിക്കും, എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ ജോലികൾ പെട്ടെന്ന് സ്പീഡിന് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. റുട്ടീനൊക്കെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി മക്കൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിലും റുട്ടീൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത്രയാണ് ടൈം സേവിങ് ടിപ്സിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണം. അപ്പോൾ എൻ്റെ കപ്പയും മത്തിയൊക്കെ ഇതിനിടയിൽ തന്നെ തയ്യാറാക്കിയായിരുന്നു കേട്ടോ. ഞാൻ കുക്കറിൽ കപ്പ വേവിച്ചിട്ട് അതിനകത്ത് മത്തിക്കറി ഒഴിച്ചിട്ട് അങ്ങനെയാണ് കപ്പയും മത്തിയും ചെയ്തത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അത് ചെയ്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല വേവുന്ന കപ്പ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. സംസാരിക്കുന്നതിനിടയിൽ റെസിപ്പി കഴിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയൊക്കെ തന്നല്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഞങ്ങൾ ഇതുപോലെ ഒന്ന് പുറത്ത് പോയായിരുന്നു കേട്ടോ. അപ്പോഴെടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത്. അങ്ങനെ കുറച്ചൊരു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലൊന്ന് കയറിയിട്ടുണ്ട്. ആമിക്ക് 1-2 ഡ്രസ്സ് എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനാണ് കയറിയത്. ഹസ്ബൻഡിനും എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്കിപ്പോൾ ഈ സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ. കാരണം ഭയങ്കര മോശമാണ് ഇവിടുത്തെ ക്വാളിറ്റി. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നല്ല ഡ്രസ്സുകളായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണികൾ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പേഴ്സണലി 3 പേർക്കും ഏത് ഡ്രസ്സ് എടുത്താലും ഇപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാനാണ് കയറിയത്. അപ്പോൾ ഹസ്ബൻഡിന് ഒരു നല്ലൊരു സ്വെറ്റർ കിട്ടിയിട്ടുണ്ട്, സ്വെറ്റ് ഷർട്ട് പോലത്തത്. ആമിക്കും നല്ലൊരു ഒരു സ്വെറ്റ് ഷർട്ട് തന്നെ പോലത്തെ ഒരു ടീഷർട്ടും അതുപോലെ ഒരു പലാസോ പാൻറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു തുണികളും സ്റ്റുഡിയോന്ന് എടുക്കാറില്ല. എനിക്ക് എന്തോ ഇഷ്ടമില്ല കേട്ടോ. ഇവിടുത്തെ ക്വാളിറ്റി തീരെ കൊള്ളത്തില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നതാണോ എന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഒരു കാപ്രസി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഒരു ബാഗ് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ആ വീഡിയോ ഫോണിൽ ഇല്ല, അത് എങ്ങനെയോ ഡിലീറ്റ് ആയി പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു വ്ളോഗിൽ കാണിച്ചു തരാം. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് നല്ലൊരു ബ്രാൻഡഡ് ബാഗ് മേടിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ അടുത്തുള്ള എല്ലാ ബാഗുകളും പൊട്ടി പോകുന്നുണ്ട്. നല്ലൊരു ബാഗ് മേടിക്കാമെന്ന് കരുതി. കുറച്ച് കോസ്റ്റ്ലിയാണ്, 1500 മറ്റോ ആയിട്ടുണ്ട്. ബ്രാൻഡഡ് ബാഗാണ് കേട്ടോ. അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ അത് ഒരു വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയി ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് ജസ്റ്റ് ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പം ഈ സംഭവം കണ്ട, ഇത് ജോക്കിയുടെ തണുപ്പ് കാലാവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ഈ ജോക്കിയുടെ ഈ ഒരു ബ്രാൻഡിന്റെ തെർമൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇട്ടിട്ട് അതിന്റെ മേലെ സ്വെറ്റർ ഇടുവാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്പെൻസർ പ്ലാസയിൽ പോയപ്പോൾ ഒരു ലെതറിന്റെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടുത്തെ ആളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ജോക്കിയുടെ കമ്പനി ആയതുകൊണ്ടാണ് വിശ്വസിച്ച് മേടിച്ചത്. ഇപ്പോൾ 700-800 രൂപയോ മറ്റേ ആയിട്ടുള്ളൂ. എനിക്കും ആമിക്കും ഹസ്ബൻഡിനും മേടിച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇതിട്ടിട്ട് ഇതിന്റെ മേലെ സ്വെറ്റർ ഇട്ടിട്ട് പോകുന്നതാണ് നല്ലത്. ആമിയുടെ സൈസ് വരുന്നത് 70 സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പം അങ്ങനെ അത് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾ പുറത്തൊക്കെ എവിടെയെങ്കിലും ഈ ഡിസംബർ മാസം വെക്കേഷൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.